ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 5.5 സെൻറ്റിൽ നിർമ്മിച്ച മനോഹരമായൊരു വലിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്ന എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്ത് പള്ളിക്കരയ്ക്ക് സമീപത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമുമായി നിർമ്മിച്ച ഈ വീട് ഒരു കോർണർ പ്ലോട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ 2 സൈഡും റോഡ് അവൈലബിൾ ആണ്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു മുറ്റമാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുറ്റത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിരിക്കുന്നു. ഈ ലൊക്കേഷനിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് 300 മീറ്റർ ദൂരവും പള്ളിക്കര ജംഗ്ഷനിലേക്ക് ഏതാണ്ട് ഒരു 3.5-4 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. ഒരേ സമയത്ത് തന്നെ 2 വലിയ SUV കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കവേർഡ് കാർ പാർക്കിങ്ങും ഒരു ഓപ്പൺ കാർ പാർക്കിങ്ങുമാണ് ഈ വീടിന് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സൈഡ് വശത്തിലൂടെ പോയി സൈഡിലെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്ന കിണർ വെള്ളവും KWA കണക്ഷനുമാണ്. കിണർ വെള്ളം ധാരാളമായി ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായി ലൊക്കേഷൻ ഒരു ഫ്ലഡ് എഫക്റ്റ് ബാധിക്കാത്ത ഒരു ഏരിയയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വീടിൻ്റെ മുൻവശത്തെ ഡോറ് ഫേസ് ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുമ്പോൾ ഗസ്റ്റ് ലിവിങ് സ്പേസ് ആണ് നമ്മൾ കാണുന്നത്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസ്, TV യൂണിറ്റും നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടറും നൽകിയിരിക്കുന്നു. ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷനാണ് നൽകിയിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റ് വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം മൾട്ടിവുഡ് മെറ്റീരിയൽസ് തന്നെ നിർമ്മിച്ചിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കിച്ചൺ കൗണ്ടറിനായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. കിഴക്കോട്ട് ദർശനമായാണ് കിച്ചൻ്റെ ദിശ നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു ഗ്ലോസി ഫിനിഷുള്ള ഗ്രാനൈറ്റാണ്, ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റാണ് കിച്ചൺ ടോപ്പിനായി യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകൾ തന്നെയാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്ക് ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഈ വീടിന് നൽകിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളമായി വെൻറ്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. മനോഹരമായൊരു വാർഡ്രോബ് വിത്ത് മിററായി തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയാൽ സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നു. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ബാത്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെ നിർമ്മിച്ചിരിക്കുന്നു. ഹോട്ട് വാട്ടറിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്.
ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും നൽകുന്നതാണ്. സ്റ്റെയർകേസ് നേരെ കയറി ചെല്ലുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു TV യൂണിറ്റും ഇവിടെ നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി റൂമും നൽകിയിരിക്കുന്നു. ഈ ബെഡ്റൂമിനും വാർഡ്രോബ് സൗകര്യവും അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. നല്ലൊരു സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലെ ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിരിക്കുന്നു. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു കിങ് സൈസ് ബെഡിനാനുള്ള സ്പേസ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ലഭിക്കുന്നുണ്ട്. വാർഡ്രോബ് സൗകര്യവും അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിനും നൽകിയിരിക്കുന്നു. കൂടാതെ ഒരു ബാൽക്കണിയും വലിയൊരു യൂട്ടിലിറ്റി സ്പേസും അവൈലബിൾ ആണ്. യൂട്ടിലിറ്റി സ്പേസ് ഡ്രസ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം യൂട്ടിലിറ്റി സ്പേസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മാത്രമല്ല വേണമെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലും വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതാണ്ട് 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഓഫീസ് റൂമായി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. ഈ വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇനി വീട് പർച്ചേസ് ചെയ്യാനെങ്കിൽ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീണ്ടും വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.